എല്ലാരും ചോദിക്കണ ഷിപ്പിൽ എങ്ങനെ ജോലി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ത് കോഴ്സ് എടുത്തതെന്ന് ചോദിച്ചാൽ ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് ലീഡിംഗ് ടു BSc നോട്ടിക്കൽ സയൻസ്. പിന്നെ നമുക്ക് BSc നോട്ടിക്കൽ സയൻസ് എടുത്ത് കയറാം. അത് 3 കൊല്ലത്തെ കോഴ്സ്, 1 കൊല്ലം ട്രെയിനിങ് ഷിപ്പിൽ. ഈ ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം പഠിക്കണം, കോളേജിൽ പോയി പഠിക്കണം, ബാക്കി 18 മാസം ട്രെയിനിങ്, 1.5 കൊല്ലം ട്രെയിനിങ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് +2 സയൻസ് എടുക്കുക. സയൻസിന് ഒരു 60 മുതൽ 65% PCM വാങ്ങാൻ നോക്കുക. ഒരു 60 സ്റ്റാർട്ടിങ് പറയണമെങ്കിൽ ഒരു 65 വാങ്ങിച്ചോ. അങ്ങനെ +2 ഒരു 65% മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പോൺസർഷിപ്പ് എക്സാം എഴുതണം ഓരോ ഷിപ്പിംഗ് കമ്പനിയില്. ആംഗ്ലോ ഇന്ത്യൻ മാരിടൈം അക്കാദമി, ഗ്രേറ്റ് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡീസ്, പിന്നെ സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡീസ്, പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ കുറെ കമ്പനി ഉണ്ട്. അവരുടെ സൈറ്റിൽ കയറിയിട്ട് അവരുടെ സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് കുറച്ച് ഫീസ് ഒക്കെ ഉണ്ട്. ചില 1000 രൂപയ്ക്കും 1200 രൂപയ്ക്കും ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് ആ എക്സാം എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സൈക്കോമെട്രി ടെസ്റ്റ് പിന്നെ സീനൊന്നുമില്ല, അത് ക്ലിയർ ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂ പിന്നെ സ്പോൺസർഷിപ്പ് ഇന്റർവ്യൂ എന്ന് പറയണം. അത് PCMന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ +1 +2 ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ അതങ്ങോട്ട് പറയാം, മാത്സ് ഇതൊക്കെ അവരെന്തോന്നാലും ക്ലിയർ ആക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, പിന്നെ മെഡിക്കലിന് വിടും നമ്മളെല്ലാരും എന്ന് വെച്ചാൽ അപ്പഴാണ് വരാം. മെഡിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടും മെയിലായിട്ട്. എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ നമ്മളെ ജോലിക്ക് എടുത്തേക്കണം. +2 കഴിഞ്ഞിട്ട് നമ്മളെ ഡയറക്റ്റ് അങ്ങനെ ജോലിക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറയും, അവരേതെങ്കിലും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ പറയും, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആംഗ്ലോ, ഗ്രേറ്റ്, സമുദ്ര, ESCയിലൊക്കെ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പോയി പഠിക്കുക. അവിടെ ചെന്നാൽ മാത്രം മതി, ബാക്കി പിന്നെ അവിടെ നോക്കൂ. ഇവിടെ ഞാനിപ്പോ പറഞ്ഞ ഡെക്ക് ഓഫീസറായിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യണതിനെ പറ്റിയാണ്. ഇത് കൂടാണ്ട് മറൈൻ എഞ്ചിനീയർ ആയിട്ടും ഡെക്ക് ആൻഡ് എഞ്ചിൻ റേറ്റിംഗ് ആയിട്ടും ജോലിക്ക് കയറാൻ പറ്റും. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം.